ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ പോകണമെങ്കിൽ ഫോർദോ എന്ന ആണവ നിലയത്തിന്റെ നാശം കാണണം. എന്നാൽ ഈ ആണവ നിലയത്തെ ആക്രമിക്കാനുള്ള ആയുധം ഇപ്പോൾ ഇസ്രായേലിന്റെ പക്കലില്ല. എന്നാൽ പകച്ചു നിൽക്കാൻ ഇസ്രായേൽ ഒരുക്കമല്ല. ഇസ്രായേൽ പട്ടാളക്കാർക്കോ മൊസാദിനോ മാത്രം കടക്കാൻ സാധിച്ചാൽ തകർക്കാം. എന്നാൽ യുദ്ധം തുടങ്ങിയതുകൊണ്ട് തന്നെ ചാരപ്രവർത്തനം എളുപ്പമല്ല. എന്നാലും ഇസ്രായേൽ എങ്ങനെയും അവിടെ എത്തും. അത് ഇറാനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇറാന്റെ നഥാൻസ് ഇസ്രായേൽ തകർത്ത അനുഭവം ഇറാന്റെ മുന്നിലുണ്ട്. 1 വർഷത്തോളം നീണ്ട മൊസാദിന്റെ ചാരപ്രവർത്തനവും രഹസ്യ വിവരശേഖരണവും വഴിയാണ് ഇത് സാധ്യമായത്. ഒടുവിൽ ഇറാനുള്ളിലേക്ക് ഡ്രോണുകളുമായി നുഴഞ്ഞുകയറിയ ഇസ്രായേൽ പട്ടാളക്കാർ ഇത് സാധ്യമാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും അത് തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ല. ഇറാന്റെ വടക്ക് കിഴക്കുള്ള കോം എന്ന നഗരത്തിനടുത്തുള്ള വലിയ കുന്നിൻ നിരകൾക്കുള്ളിലാണ് ഫോർദോ എന്ന ആണവ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ആണവ കേന്ദ്രം. ഇവിടെ ആണവ സമ്പുഷ്ടീകരണം സാധ്യമാക്കുന്ന 3000 സെൻട്രിഫ്യൂജ് മെഷീനുകൾ ഉള്ളതായി പറയുന്നു. മലനിരകളിൽ നിന്നും 3000 അടി വരെ താഴെ ബലപ്പെടുത്തിയ കോൺക്രീറ്റ് ഭൂഗർഭ അറയ്ക്കുള്ളിലാണ് ഫോർദോ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇറാനിലെ നത്താൻസ് എന്ന മറ്റൊരു ആണവ കേന്ദ്രം ഇസ്രായേൽ തകർത്തിരുന്നു. 1 വർഷത്തോളം നീണ്ട മൊസാദിന്റെ ചാരപ്രവർത്തനവും രഹസ്യ വിവരശേഖരണവും വഴിയാണ് ഇത് സാധ്യമായത്. ഒടുവിൽ ഇറാനുള്ളിലേക്ക് ഡ്രോണുകളുമായി നുഴഞ്ഞു കയറിയ ഇസ്രായേൽ പട്ടാളക്കാർ അത് സാധ്യമാക്കി. ഈ കുന്നു തുറന്ന് അതിനുള്ളിൽ ആണവ കേന്ദ്രം തകർക്കാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ കയ്യിലുണ്ട്. ബങ്കർ എന്നാൽ ഭൂഗർഭ അറ എന്നാണ് അർത്ഥം. ബസ്റ്റർ എന്നാൽ തകർക്കുക എന്നും. ഭൂഗർഭ അറ തകർക്കുന്ന ബോംബ്, അതാണ് ബങ്കർ ബസ്റ്റർ ബോംബ്. ഫോർദോ എന്ന ഇറാനിലെ ആണവ കേന്ദ്രം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ 13,600 കിലോഗ്രാം ഭാരമുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ പേര് GBU-57 എന്നാണ്. 2,700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ചതാണ് പോർമുന. 60 അടി വരെ താഴെയുള്ള ഭൂഗർഭ അറകളും ടണലുകളും തുളച്ച് സ്ഫോടനമുണ്ടാക്കാൻ GBU-57 കഴിവുണ്ട്. B-2 സ്പിരിറ്റ് എന്ന സ്റ്റെൽത്ത് ബോംബർ വിമാനമാണ് ഈ ബസ്റ്റർ ബോംബ് ഇടാൻ ഉപയോഗിക്കുക. ഫർദോ ആണവ കേന്ദ്രം തകർക്കാൻ നിരവധി ബസ്റ്റർ ബോംബുകൾ ഒന്നിച്ചുപയോഗിക്കേണ്ടി വരും എന്നാണ് US പറയുന്നത്. ഒന്നുകിൽ ഒരു യുദ്ധവിമാനത്തിൽ തന്നെ ഘടിപ്പിച്ചോ അതല്ലെങ്കിൽ നിരവധി യുദ്ധവിമാനങ്ങൾ ഒന്നിച്ചോ ബസ്റ്റർ ബോംബ് ഇടേണ്ടതായി വരും. സ്റ്റീൽ ലോഹസങ്കര പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച പോർമുനയിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനാവും എന്ന് മാത്രമല്ല, ഇത് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഈ ബോംബിന്റെ സഹായം കിട്ടാത്തിടത്തോളം ഇസ്രായേലിന് ഫോർദോ ആണവ കേന്ദ്രം തകർക്കാൻ പറ്റില്ല. ഇവിടെ ആണവ പദാർത്ഥമായ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ. യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നിലപാട് വ്യക്തമാക്കിയത്. UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഇറാന്റെ ആണവ പദ്ധതിയെന്നും അതിന്മേലുള്ള ആക്രമണം രാജ്യാന്തര നിയമങ്ങൾക്കെതിരാണെന്നും ഇറാൻ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധം എന്ന അവകാശം ഇറാൻ നിർവഹിക്കും. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നതാണ് ഇറാന്റെ നിലപാട്. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നും ഇനി ആവർത്തിക്കരുത് എന്നുമാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെ ആണവായുധം ഉണ്ടാക്കുന്നില്ലെന്ന് ഇറാൻ UN-ൽ പ്രതികരിച്ചു. ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ GCC അപലപിച്ചു. സമാധാന നീക്കങ്ങളെ പിന്തുണയ്ക്കും എന്ന് തുർക്കിയും UN-ൽ വ്യക്തമാക്കി. തങ്ങളുടെ വ്യോമപാത ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലംഘിച്ചു എന്ന് ഇറാഖ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.